ഈ ഒരു ക്രമീകരണങ്ങൾ ഇവിടേക്കുള്ള ഒരു ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിയിരിക്കുന്ന ആളുകളോട് ഒരു വശത്തേക്ക് മാറി നിൽക്കാൻ അത്തരമുള്ള നിയന്ത്രണങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ഇവിടെ നടക്കാവുന്ന ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇക്കാര്യത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്ന് തന്നെയാണ് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് DCP പറഞ്ഞിരുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ ഇന്ന് തന്നെ മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കുമോ എന്നതാണ് അറിയേണ്ടത്. പക്ഷെ അതിനുള്ളൊരു സാധ്യത കുറവായിട്ടാണ് കാണുന്നത്. ഒരു നാളെ ആയിരിക്കാം മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കുന്നത്. കാരണം അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ പോലും 24 മണിക്കൂർ സാവകാശം അതിന് ലഭിക്കുന്നുണ്ട്. മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കേണ്ടതിൽ ചില കേസുകളിൽ മാത്രമാണ് മജിസ്ട്രേറ്റിന് മുൻപാകെ വീട്ടിൽ ഹാജരാക്കുകയും മറ്റും കാര്യങ്ങളും എല്ലാം തന്നെ ചെയ്യുക. എന്തായാലും അത് ഒരുപക്ഷെ നാളെ ആവാനുള്ള എല്ലാ സാധ്യതയുമാണ് നിലവിലുള്ളത്. അത് കോടതിക്ക് മുൻപാകെ ഹാജരാക്കും മുമ്പ് വൈദ്യപരിശോധന അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കും. ഏതായാലും ഏതെല്ലാം വകുപ്പുകൾ പ്രകാരമാണ് നേരത്തെ നമ്മൾക്കറിയാവുന്ന 2 വകുപ്പുകൾക്കപ്പുറം കൂടുതൽ വകുപ്പുകൾ ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന വ്യക്തമായ സൂചനകളിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രഹസ്യമൊഴി അടക്കം രേഖപ്പെടുത്തുകയും എല്ലാം തന്നെ ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്താനുള്ളൊരു സാധ്യതയാണ് നിലവിലുള്ളത്. ഒപ്പം തന്നെ ഇന്ന് നടിയുടെ ഒരു നന്ദി പറഞ്ഞുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് അടക്കം വന്നിട്ടുണ്ട്. ഇക്കാര്യത്തിൽ വളരെ ചടുലമായ നീക്കങ്ങൾ ഉണ്ടായതിന് സർക്കാരിനോടും അതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരോടും എല്ലാം തന്നെ താൻ നന്ദി പറയുന്നു, നന്ദി പ്രകാശിപ്പിക്കുന്നു അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇത് കൂടുതൽ പേർക്ക് പൊരുതാനുള്ള ഒരു ആത്മവിശ്വാസവും ആവേശവും നൽകുമെന്ന രീതിയിലാണ് അത്തരം കാര്യങ്ങൾ വന്നത്. പൊതുവെയും ആ രീതിയിൽ തന്നെയാണ് ഈ നീക്കത്തെയും അതോടൊപ്പം തന്നെ ഹണി റോസിന്റെ ഈ പരാതിയും തന്നെ കാണുന്നത്. കാരണം അവർ പരാതി നൽകുമ്പോൾ അതിനുശേഷമുള്ള സോഷ്യൽ മീഡിയ കുറിപ്പിൽ അവർ പറഞ്ഞു തന്റെ പേരടക്കം വ്യക്തമായി ബോധ്യപ്പെടുത്തണം, താൻ തന്നെയാണ് പരാതിക്കാരിയെന്ന് പറയണം, എല്ലാവരും അത് അറിയണം എന്നതടക്കം പറഞ്ഞു. കാരണം തന്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ അപമാനിച്ചു. അപ്പോൾ താൻ തന്നെയാണ് പരാതിക്കാരിയെന്ന് പുറത്തറിയട്ടെ എന്നാണ് അവർ പറയുകയും ചെയ്തത്. എന്തായാലും ഈ കേസിൽ പരാതി ഉണ്ടായി ചുരുങ്ങിയ മണിക്കൂറുകളിൽ തന്നെ നടപടിയുണ്ടാകുന്നു. ഇത് അറസ്റ്റിലേക്കടക്കം കാര്യങ്ങൾ നീങ്ങുകയും എല്ലാം തന്നെ ചെയ്യുകയാണ്. അല്പസമയത്തിനകം എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഈ പരിസരത്തേക്ക് ബോബി ചെമ്മണ്ണൂരിനെ എത്തിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കൊച്ചിയിൽ എത്തിച്ചിട്ട് ഇപ്പോൾ കളമശ്ശേരി പിന്നിട്ടു, അതിനുശേഷം ഇങ്ങോട്ടേക്ക് എത്താൻ വൈകുന്നു എന്നത് ഡാനി തന്നെ സൂചിപ്പിച്ചതാണ്. മറ്റെന്തെങ്കിലും പ്ലാൻ പോലീസിനുണ്ടോ? മറ്റെവിടെങ്കിലും എത്തിച്ച് ചോദ്യം ചെയ്യുക, അങ്ങനെ ഒരു നീക്കം ഉണ്ടാകുമോ ഡാനി? ചോദ്യം ചെയ്യും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് എവിടെ വെച്ചാകും എന്ന കാര്യങ്ങളിലാണ് കൂടുതൽ വ്യക്തതയിലേക്ക് വരേണ്ടത്. നിലവിൽ നമുക്കറിയാവുന്നത് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ്. ഈ സ്റ്റേഷനിൽ തൊട്ടടുത്ത് തന്നെ ഇവിടെ ഒരു ക്ലബ് ഹൗസ്, പോലീസിന്റെ ഒരു ക്ലബ് ഹൗസ് എന്ന് പറയുന്ന തൊട്ട് ഒരു മതിലിനപ്പുറം അത്തരം ഒരു സംവിധാനമുണ്ട്. അതോടൊപ്പം തന്നെയാണ് സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സാധ്യത. അങ്ങനെ 2-3 ഒരു സാധ്യതകൾ ഇവർ പറയുന്നുണ്ട്. അതിൽ ഏത് എന്നതാണ് ഇനി അറിയേണ്ടത്. എന്തായാലും ഏറ്റവും പ്രധാനമായിട്ടുള്ളത്, കൂടുതൽ പ്രയോറിറ്റി ഉള്ളത് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക്, ഇവിടെ ക്രൈം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സ്റ്റേഷനിലേക്ക് തന്നെ കൊണ്ടുവരിക, ചോദ്യം ചെയ്യുക എന്നത് തന്നെയാണ് കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത്. കാരണം അതനുസരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് കൂടുതൽ പോലീസിനെ വിന്യസിപ്പിക്കുകയും ഇവിടെ മറ്റ് ക്രമീകരണങ്ങളും ഏകോപനങ്ങളും എല്ലാം ചെയ്യുന്നത് ഏതാണ്ട് ഈ രീതിയിലാണ്. അതുകൊണ്ട് ഇവിടേക്ക് കൊണ്ടുവരാനുള്ള ഒരു സാധ്യതയാണ് കൂടുതലുള്ളത്. എങ്കിലും പോലീസ് ശരി. എന്തായാലും വയനാട് മേപ്പാടിയിൽ വാഹനം തടഞ്ഞു നിർത്തി കസ്റ്റഡിയിലെടുത്ത ബോബി ചെമ്മണ്ണൂരിനെയും കൊണ്ട് പോലീസ് സംഘം കൊച്ചിയിലെത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ സെൻട്രൽ സ്റ്റേഷനിൽ എത്തിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകും. അതിനൊടുവിൽ അറസ്റ്റ് രേഖപ്പെടുത്തും എന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ സെൻട്രൽ സ്റ്റേഷനിലേക്ക് ബോബി ചെമ്മണ്ണൂരിനെയും കൊണ്ടുള്ള വാഹനം എത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. മാധ്യമപ്രവർത്തകർ അവിടെ കാത്തുനിൽക്കുന്നുണ്ട്. മറ്റ് വലിയ സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മറ്റ് കുറച്ചാളുകളെ, ഈ വാർത്ത അറിഞ്ഞെത്തിയ ആളുകളെ ഒക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. എന്തായാലും വളരെ നാടകീയമായിട്ടായിരുന്നു ഇന്ന് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ. അവിടെ നിന്ന് ഒളിവിൽ പോകാനുള്ള നീക്കമൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയ പോലീസ് യാതൊരു പഴുതും ഇല്ലാതെ അവിടെ എത്തി അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഈ സെൻട്രൽ സ്റ്റേഷനിലേക്ക് ബോബി ചെമ്മണ്ണൂരിനെയും കൊണ്ട് വരും എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം ACPയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ നടക്കും. അറസ്റ്റ് രേഖപ്പെടുത്തും. ഒരുപക്ഷെ നാളെ മാത്രമേ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുകയുള്ളൂ എന്നതാണ് ഡാനി ഇപ്പോൾ അവിടെ നിന്നും സൂചിപ്പിക്കുന്നത്.